ഇന്ത്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലനിതരംഗ തവ ശുഭ നാമേ ജാനേ തവ ശുഭ ആശിഷ മാനേ ഗാഹേ തവ ജയ ഗാഥാ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാന ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം സ്വതന്ത്രമായതിനു ശേഷം രാജ്യം വലിയ വളർച്ചയിലേക്ക് മുന്നേറുമ്പോഴും നമ്മുടെ രാജ്യത്ത് അടിച്ചമർത്തലിന്റെ ഒരു സ്വരം പല ഭാഗത്തു നിന്നും ഫാസിസത്തിന്റെ പേരിൽ വരുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരുപാട് ധീരോദാത്തമായ പോരാട്ടങ്ങൾ നടത്തി നൂറ്റാണ്ടുകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ വിഭിന്നങ്ങളായ എല്ലാ രീതികളെയും എല്ലാ സംസ്കാരങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ബഹുസ്വരതയിൽ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർത്തമാനകാലത്ത് സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിന്നും രാജ്യത്തെ ജനങ്ങൾക്കും നഷ്ടപ്പെടാതിരിക്കാനുള്ള മൗലികമായ പോരാട്ടങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറ പോലും ആ കാര്യത്തിൽ ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കെതിരെയുള്ള വലിയ വിജയം നേടിയ ഈ കാലത്ത് നമുക്ക് ഒന്നിച്ചു നിന്ന് നമ്മുടെ രാജ്യത്തിനായി പോരാടാം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഭരണഘടനയുടെ അന്തസ്സും ആഭിജാത്യവും മതേതര മൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നൽകാം. ജനാധിപത്യത്തിന്റെ മാർഗത്തിലെ നമുക്ക് മുമ്പ് ഒരു ദിവസം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് മറ്റു പല രാജ്യങ്ങളും. പക്ഷെ ഇവരെല്ലാം ജനാധിപത്യത്തിന് മാറി പട്ടാള ഭരണത്തിലേക്കും സ്വച്ഛാധിപത്യത്തിലേക്കും മാധ്യമ കലകത്തിലേക്കും എല്ലാം പോയി. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യ ഒരിക്കലും ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും ഏറ്റവും വലിയ മാതൃകയായി ഇന്നും നമ്മുടെ ഭാരതം തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഒരു ഭാരതീയരാണെന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 79 വർഷമായി. 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളിപ്പോ ഇവിടെ ആചരിക്കുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒട്ടനവധി മേഖലകളിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമുക്കൊക്കെ അറിയാം. കാരണം ദളിതരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൈന മത ഉൾപ്പെടെയുള്ള ആളുകളെ അടിച്ചമർത്തുന്ന ഒരു വല്ലാത്ത ഉത്സാഹമായ സാഹചര്യത്തിൽ നമുക്ക് ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു കഥ പറയാൻ ഞാൻ പറഞ്ഞല്ലോ. ആയിഷ എന്ന് പറയുന്ന വിവാദാത്തമായ കഥയാണ്, നിങ്ങൾ കേൾക്കാത്ത കഥയാണ്. 1932 നടന്ന മലബാർ കലാപം എന്ന് തെറ്റായി വിശേഷിപ്പിക്കുന്ന മലബാർ സമരത്തിൽ പങ്കെടുത്ത ഒരു ധീര ദേശാഭിമാനിയുടെ മകളാണ് ഐഷ. ആ പെൺകുട്ടിയുടെ ഗാനം ബ്രിട്ടീഷുകാരെ കണ്ടമാനം അലോസരപ്പെടുത്തി. ആ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന മലബാർ വെള്ളപ്പട്ടാളക്കാർ വന്ന് കള്ളക്കൊള്ള എന്നൊക്കെ പറഞ്ഞില്ല. ആ പാട്ട് പാടി സമര യോദ്ധാക്കളെ, ആദിമുസ്ലിം ഉൾപ്പെടെയുള്ള സമര യോദ്ധാക്കളെ ആവേശം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആ പെൺകുട്ടി അവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളാൻ കാരണം ആ പെൺകുട്ടിയുടെ ഗാനം കൂടിയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവളെ നാട് കടത്താൻ തീരുമാനിച്ചു.